ഐതിഹ്യമാല അധ്യായം 65. ശാസ്താംകോട്ടയും കുരങ്ങന്മാരും. ശാസ്താംകോട്ട തിരുവിതാംകൂറിൽ കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ശാസ്താംകോട്ട എന്ന പേരുണ്ടായതിൻ്റെ കാരണം തന്നെ ആദ്യമേ വിവരിക്കേണ്ടിയിരിക്കുന്നു. പന്തളത്ത് രാജാക്കന്മാർ പാണ്ഡ്യരാജവംശന്മാരാണെന്നും അവരുടെ കുലപരദേവത ശബരിമല ശാസ്താവാണെന്നുമുള്ളത് സുപ്രസിദ്ധമാണല്ലോ. മുൻകാലങ്ങളിൽ പന്തളത്ത് രാജാക്കന്മാരെല്ലാവരും ആണ്ടിലൊരിക്കൽ ശബരിമലയിൽ പോയി സ്വാമി ദർശനം കഴിക്കുക പതിവായിരുന്നു. ഇപ്പോഴും മലയിൽ പോയി സ്വാമി ദർശനം കഴിക്കുക പതിവുണ്ട്. പണ്ടൊരിക്കൽ ഒരു പന്തളത്ത് രാജാവ് കായംകുളത്ത് വന്ന് അവിടുത്തെ ഒരു രാജ്ഞിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവിടുത്തെ തന്നെ താമസം തുടങ്ങുകയും ചെയ്തു. ആ രാജാവും രാജ്ഞിയും പരസ്പര അനുരാഗം നിമിത്തം പിരിഞ്ഞു താമസിക്കുവാൻ അശക്തരായി തീരുകയാൽ ആ രാജാവ് 12 കൊല്ലത്തേക്ക് പന്തളത്ത് പോവുകയോ ശബരിമലയിൽ പോയി സ്വാമി ദർശനം കഴിക്കുകയോ ചെയ്യാതെ കായംകുളത്ത് തന്നെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ പന്തളത്ത് രാജാവ് ഉറക്കത്തിൽ അയ്യോ കടുവ വരുന്നേ, പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. അത് കേട്ട് രാജ്ഞി ഉണർന്നു പേടിച്ച് വിറച്ചുകൊണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ രാജാവ് ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടു, അത്രയുള്ളൂ എന്ന് പറയുകയും വീണ്ടും ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു. അപ്രകാരം പിറ്റേ ദിവസവും ഉണ്ടായി എന്നല്ല, അത് ദിവസം തോറും പതിവായി തീരുകയും ചെയ്തു. ഇത് നിമിത്തം പേടിച്ചിട്ട് രാജ്ഞിക്ക് രാത്രിയിൽ കിടന്നുറങ്ങുവാൻ നിവൃത്തിയില്ലാതെയായി. ഈ വിവരം കായംകുളത്തെ രാജാവിനെ അറിയിക്കുകയും ഇതിന്റെ ശമനത്തിനായി പല മന്ത്രവാദങ്ങളും ചികിത്സകളും ഈശ്വരവാദികളും മറ്റ് നടത്തുകയും ചെയ്തു. ഇതൊന്നും കൊണ്ടും പന്തളത്തെ രാജാവിന്റെ സ്വപ്നദർശനത്തിനും നിലവിളിക്കും യാതൊരു ഭേദവും ഉണ്ടായില്ല. പ്രത്യുത അത് ക്രമേണ വർദ്ധിച്ച ദിവസം തോറും 5, 6, 8, 10 പ്രാവശ്യം ആയിത്തീരുകയും ചെയ്തു. അപ്പോൾ രാജ്ഞിക്ക് മാത്രമല്ല രാജമന്ദിരത്തിൽ ആർക്കും തന്നെ പേടിച്ചിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുവാൻ നിവൃത്തിയില്ലാതെയായി. അതിനാൽ കായംകുളത്ത് രാജാവ് ഒരു ദിവസം തന്റെ ആവുത്തനായ പന്തളത്തെ രാജാവിനെ അടുക്കൽ വരുത്തി, ഹേ, അങ്ങയുടെ കൂകുവിളിയും കോലാഹലവും കൊണ്ട് ഇവിടെ ആർക്കും രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുവാൻ നിവൃത്തിയില്ലാതായല്ലോ. അവിടേക്ക് ഭ്രാന്തുണ്ടോ? കടുവ വരുന്നു, പുലി വരുന്നു, കടുവ പെറ്റു, പുലി പെറ്റു, ഇങ്ങനെ എന്തെല്ലാം അസംബന്ധങ്ങളാണ് അവിടുന്ന് പറയുന്നത്. ഈ സ്ഥിതിയിൽ ഇനി ഇവിടെ താമസിക്കണമെന്നില്ല, പന്തളത്ത് തന്നെ പോയി താമസിക്കണം. ഈ ഉപദ്രവങ്ങളൊക്കെ മാറിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പന്തളത്ത് രാജാവിന് അസാമാന്യമായ മനസ്താപമാണ് ഉണ്ടായത്. ഒന്നാമത് തന്റെ പ്രാണപ്രിയയായ രാജ്ഞിയെ വിട്ടുപിരിഞ്ഞ് താമസിക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പരമസങ്കടമായിരുന്നു. പിന്നെ കായംകുളത്ത് രാജാവിന്റെ വാക്ക് സ്വല്പം പുച്ഛരസ്വരത്തോടു കൂടിയും ആക്ഷേപമായിട്ടും എന്നാൽ ഒരുവിധം ശാസനയായിട്ടുമായിരുന്നു. എല്ലാം കൊണ്ടും പന്തളത്തെ രാജാവ് അത്യന്തം വിഷണനായി തീർന്നുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് രാത്രിയിൽ പന്തളത്തെ രാജാവിന് പതിവുള്ളത് കൂടാതെ വിശേഷാൽ ഒരു സ്വപ്നം കൂടി ഉണ്ടായി. അതൊരു പരദേശ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, ഹേ, അവിടുന്നൊട്ടും വിഷാദിക്കേണ്ട, അവിടുന്ന് ഒരു കാര്യം ചെയ്താൽ അവിടേക്കുണ്ടായിരിക്കുന്ന ഉപദ്രവം നീങ്ങി നല്ല സുഖമാകുമെന്ന് ഉള്ളതായിരുന്നു. അവിടുത്തെ പരദൈവമായ ശബരിമല ശാസ്താവിനെ ദർശനം കഴിച്ചിട്ട് ഇപ്പോൾ 12 കൊല്ലമായല്ലോ. അതിനാൽ അവിടെ പോയി ഒരു 12 ദിവസം ആ സ്വാമിയെ ഭജിക്കണം. പിന്നെ തിങ്കൾ ഭജന മുടങ്ങാതെ നടത്തുകയും വേണം. എന്നാൽ മതി, എല്ലാം സുഖമാകും. അങ്ങ് സ്വപ്നത്തിൽ കാണുന്ന കടുവായും പുലിയും ശബരിമല ശാസ്താവിന്റെ നായ്ക്കളാണ്. കായംകുളം നികർത്ത് രാജാവ് അങ്ങേ ആക്ഷേപിച്ചതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുമെന്ന് പറഞ്ഞു എന്നായിരുന്നു സ്വപ്നം. ഇത് കേവലം സ്വപ്നമല്ലെന്നും ശബരിമല ശാസ്താവ് തന്നെ തന്റെ അടുക്കൽ എഴുന്നള്ളി അരുളി ചെയ്തതാണെന്നും വിശ്വസിച്ച രാജാവ് പിറ്റേ ദിവസം രാവിലെ രാജ്ഞിയെ ഗ്രഹിപ്പിക്കുകയും തനിക്ക് പോകുന്നതിന് അനുവാദം ചോദിക്കുകയും ചെയ്തു. രാജാവിനുണ്ടായിട്ടുള്ള ഉപദ്രവം മാറിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പിരിഞ്ഞു പോവുക എന്നുള്ള കാര്യം രാജ്ഞിക്ക് അത്യന്തം സന്താപകരമായിരുന്നു. അതിനാൽ ഭജനം കഴിഞ്ഞാൽ അന്ന് തന്നെ തന്റെ അടുക്കൽ എത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്തിട്ട് അദ്ദേഹം പോയി വരുന്നതിന് ആ സ്വാധി അനുവദിക്കുകയും രാജാവ് അപ്രകാരം ചെയ്തിട്ട് അന്നു തന്നെ പന്തളത്തിലേക്ക് പോവുകയും ചെയ്തു. അന്നു മുതൽ കായംകുളത്തെ രാജാവിന് ഒരു ചിത്രഭ്രമത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി. അദ്ദേഹം സദാ കടുവ പെറ്റു, പുലി പെറ്റു, കടുവ പെറ്റു എന്ന് ഉരുവിട്ടു തുടങ്ങുകയും വേറെ യാതൊന്നും സംസാരിക്കാതെ ആവുകയും ചെയ്തു. കുളി, ഭക്ഷണം മുതലായത് തന്നെ അന്യന്മാരുടെ നിർബന്ധം കൊണ്ട് മാത്രം. എന്നാൽ അതൊക്കെ പേരിന് മാത്രം നടത്തുന്നുവെന്നല്ലാതെ സാമാന്യം പോലും ഒന്നും ചെയ്യാതെയായി. ചില ദിവസങ്ങളിൽ ആരെല്ലാം നിർബന്ധിച്ചാലും കുളിക്കുകയും ഉണ്ണുകയും ചെയ്യുമായിരുന്നു. രാജ്യകാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ചിന്ത പോലുമില്ലാതെയായി. അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാലും എല്ലാറ്റിനും ഉത്തരം കടുവ പെറ്റു, പുലി പെറ്റു എന്ന് മാത്രം. ഇത് നിമിത്തം രാജമന്ദിരത്തിലുള്ളവരും രാജപുരുഷന്മാരും മാത്രമല്ല രാജ്യവാസികളും ആകപ്പാടെ പരികുലന്മാരായി തീർന്നു. അനേകം മന്ത്രവാദങ്ങളും ചികിത്സകളും മറ്റും ചെയ്തു നോക്കി.
ഒന്നും കൊണ്ടും ഒരു ഫലവും കണ്ടില്ല. അതിനാൽ പിന്നെ പ്രസിദ്ധന്മാരായ ചില പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ അവർ പന്തളത്ത് രാജാവിനെ ആക്ഷേപിച്ചതിനാൽ ശബരിമല ശാസ്താവിനുണ്ടായിട്ടുള്ള വിരോധ നിമിത്തം സംഭവിച്ചിട്ടുള്ളതാണെന്നും അതിലേക്ക് പ്രായശ്ചിത്തമായി 101 രാശി ശബരിമലയിലേക്ക് കൊടുത്തയച്ച് നാടിയിലിടുവയ്ക്കുകയും കടുവാപെറ്റു പുലിപെറ്റു എന്നുള്ള വാക്കുകളെന്നും ബ്രാഹ്മണർ സഭയിൽ പ്രയോഗിക്കത്തക്കവണ്ണം ഏർപ്പാട് ചെയ്യുകയും ചെയ്താൽ ഈ സുഖക്കേട് മാറി രാജാവ് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുമെന്നും വിധിച്ചു. ഉടനെ 101 രാശി കൊടുത്തയച്ച് ശബരിമല ശാസ്താവിന്റെ നടയിൽ ഇടിവിക്കുകയും മേൽപ്പറഞ്ഞ വാക്കുകൾ സംഘങ്ങൾ അരക്കി നമ്പകന്മാരെ കൊണ്ട് സഭയിൽ പ്രയോഗിപ്പിക്കുകയും അങ്ങനെ കായംകുളത്ത് രാജാവ് ഉന്മാദം വിട്ട് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു. സംഘക്കളിക്കാർ ഇപ്പോഴും കാട്ടിൽ കിടന്നെഞ്ചട്ടിലെ കുടിഞ്ഞലിരെഴുതു കാലത്തിവിളത് വിളിച്ചു പോയി കായ്പൂ തോണ്ടിപ്പറപ്പിച്ച പേഴ 7 മുറം നിറകെ മാങ്ങ തോല് കളഞ്ഞ പേഞ്ഞൂറ് പറങ്കിക്കപ്പൽ കപ്പൽ വലിച്ചെന്ന് തലമുകളിൽ ഇക്കേട്ടി കായംകുളത്തല്ലോ കടുവായും പുലിയും പെറ്റു എന്നൊരു പാട്ട് സംഘക്കളിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ. പന്തളത്തെ രാജാവ് കായംകുളത്ത് നിന്ന് പോയതിൽ പിന്നെ അദ്ദേഹത്തിന് സ്വപ്നദർശനം മുതലായ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഏതാനും ദിവസം സ്വദേശത്ത് താമസിച്ചതിന് ശേഷം പരിവാര സമേതം ശബരിമലയിലെത്തി നവരരത്നചികിതമായ ഒരു പൊൻകിരീടവും വളരെ വിലയേറിയ ഒരു മുത്തുമാലയും നടക്കിരിച്ച് വന്ദിക്കുകയും ഭക്തിപൂർവ്വം 12 ദിവസത്തെ ഭജനം നടത്തുകയും ചെയ്തു. 12-ാം ദിവസം 4-5 നാഴിക പകലെ രാജാവിന് വയറ്റിലൊരു വേദന തുടങ്ങി. അതിനാൽ അന്നും അദ്ദേഹം അത്താഴം വേണ്ടെന്ന് തീർച്ചയാക്കുകയും യഥാകാലം സന്ധ്യാവന്ദനവും സ്വാമി ദർശനവും കഴിച്ച് പോയി കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു പരദേശ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, ഹേ ഉറക്കമായോ? ഇന്ന് രാജ്ഞിയുടെ അടുക്കൽ എത്തിക്കൊള്ളാമെന്ന് അങ്ങ് ശബ്ദം ചെയ്തിട്ടില്ലേ? സത്യലംഘനം വിഹിതമാണോ? ഇതാ ഇവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട്. ഇതിന്റെ പുറത്തു കയറിയപ്പോൾ ക്ഷണത്തിൽ രാജ്ഞിയുടെ അടുക്കിലെത്താം എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ എണീറ്റ് പുറത്തു ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കുതിര നിൽക്കുന്നത് കാണുകയും അദ്ദേഹം അതിന്റെ പുറത്തു കയറി ഓടിച്ചു പോവുകയും ക്ഷണനേരം കൊണ്ട് കായംകുളത്തെത്തുകയും ചെയ്തു. രാജാവ് തന്റെ പ്രിയതമയുടെ ശയനഗ്രഹ ദ്വാരത്തെങ്കിലെത്തി താഴേക്കിറങ്ങുകയും ആ കുതിര അന്തർദാനം ചെയ്യുകയും ഒരുമിച്ച് കഴിഞ്ഞു. രാജാവ് രാജ്ഞിയുടെ ശയ്യാഗ്രഹത്തെങ്കിൽ വെച്ച് വാതിൽ മുട്ടി വിളിച്ചു. ഉടനെ രാജ്ഞി വാതിൽ തുറന്നു. ആ സ്വാതി തന്റെ പ്രിയതമന്റെ വരവനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജ്ഞിയെയും അത്താഴം ഉണ്ടിട്ടില്ലായിരുന്നു. അതിനാൽ രണ്ടുപേരും കൂടി അത്താഴം കഴിച്ചു വരികയും സുഖമായി കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ കായംകുളത്ത് രാജാവ് തന്റെ ആവുത്തനായ പന്തളത്ത് രാജാവ് തിരിച്ചു വന്നിരിക്കുന്നതായി അറിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വന്നിച്ചിട്ട്, അല്ലയോ മഹാത്മാവേ, ഞാൻ അജ്ഞാനം മൂലം പറഞ്ഞു പോയിട്ടുള്ളതെല്ലാം അവിടുന്ന് സദയം ക്ഷമിക്കുകയും ഇനിയും യഥാപൂർവം സ്ഥിരതാമസം ഇവിടെ തന്നെ ആക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചു. പന്തളത്ത് രാജാവ് അത് കേട്ട് സസന്തോഷം, എനിക്ക് ഭവാനോട് യാതൊരു വിരോധവുമില്ല. ക്ഷമായാചനം ചെയ്യത്തക്കവണ്ണം ഭവാൻ യാതൊരു അപരാധവും ചെയ്തിട്ടുള്ളതായി ഞാൻ അറിയുന്നുമില്ല. ഇനിയും നിവൃത്തിയുള്ളിടത്തോളം കാലം ഇവിടെ തന്നെ താമസിക്കണമെന്നാണ് ഞാനും വിചാരിക്കുന്നത് എന്ന് പറയുകയും അവിടെ തന്നെ താമസിച്ചു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം പന്തളത്തെ രാജാവും അദ്ദേഹത്തിന്റെ പ്രാണനിയായ രാജ്ഞിയും കൂടി സ്വൈരസല്ലാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാജാവിന് മുമ്പുണ്ടായ സ്വപ്നദർശനത്തെപ്പറ്റിയും ശബരിമല ശാസ്താവിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും മറ്റും കൂടി പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ശബരിമല തിങ്കൾ ഭജനം മുടങ്ങാതെ നടത്തണമെന്നും തനിക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായിട്ടുള്ള കഥ രാജാവിന് ഓർമ്മ വന്നു. അടുത്ത മാസത്തിലെന്നല്ല, മാസം തോറും തന്നെ ഏതാനും ദിവസം തന്റെ പ്രാണപ്രിയയെ പിരിഞ്ഞു പോകേണ്ടതായിരിക്കുന്നുവല്ലോ എന്ന് വിചാരിച്ച് രാജാവിനെ ഈ വിവരമറിഞ്ഞപ്പോൾ രാജ്ഞിക്കും മനസ്താപമുണ്ടായി. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയ സമയം രാജാവിന്റെ അടുക്കൽ ഒരാൾ ചെന്ന മന്ദസ്മിതത്തോടുകൂടി, അങ്ങോട്ടും വ്യസനിക്കേണ്ട, അങ്ങനെ കാണാനായി പ്രിയതമയെ വിട്ട് പിരിഞ്ഞ് ശബരിമലയിലേക്ക് വരണമെന്നില്ല. ഞാനിവിടെ അടുത്തൊരു സ്ഥലത്തു വന്ന് ഇരുന്നേക്കാം എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും വിശേഷിച്ചാരെയും കണ്ടില്ല. രാജ്ഞി നല്ല ഉറക്കമായിരുന്നു. തന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞതും ശബരിമല ശാസ്താവ് തന്നെയാണെന്ന് രാജാവ് വിശ്വസിക്കുകയും സ്വാമിയുടെ ഭക്തവാത്സല്യത്തെയും മാഹാത്മ്യത്തെയും കുറിച്ച് വിചാരിച്ച് വിസ്മയിച്ച് അദ്ദേഹം മനസ്സുകൊണ്ട് തന്റെ പരദേവതയെ നമസ്കരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ രാജാവ് വിവരം രാജ്ഞിയെ ഗ്രഹിപ്പിച്ചു. അപ്പോൾ രാജ്ഞിക്കും വളരെ സന്തോഷമായി. കായംകുളത്ത് രാജാവ് ആണ്ടിലൊരിക്കൽ തന്റെ സൈനികന്മാരെയൊക്കെ തന്റെ മുമ്പിൽ വരുത്തി ഒരായുധാഭ്യാസ പരീക്ഷ നടത്തുകയും പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് യഥായോഗ്യം വസ്തുക്കളും പൊന്നും പണവും പട്ടും വളയും മറ്റ് സമ്മാനമായി കൊടുക്കുകയും പതിവുണ്ടായിരുന്നു. ഈ കഥ നടന്ന കാലത്ത് ഈ പരീക്ഷ മേടമാസം 9-ാം തീയതി നടത്തുന്നതിന് നിശ്ചയിച്ചു. രാജാവ് 3 ദിവസം മുമ്പ് ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. 8-ാം തീയതി രാത്രിയിൽ പന്തളത്ത് രാജാവിന് വീണ്ടും ഒരു ദർശനമുണ്ടായി. തേജസ്വിയും യുവാവുമായ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, നാളെ ഇവിടെ ആയുധാഭ്യാസ പരീക്ഷയുണ്ടാകുമല്ലോ, അതിൽ ചേരാൻ ഞാനും വരും. അപ്പോൾ ഞാൻ ഇന്ന് അമ്പ് വീഴുന്ന സ്ഥലത്തു വന്നാൽ എന്നെ കാണാമെന്ന് പറഞ്ഞതായി രാജാവിന് തോന്നി. അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടുമില്ല.
9-ാം തീയതി രാവിലെ പടയാളികളെല്ലാം കായംകുളത്ത് രാജാവിൻ്റെ മുമ്പിൽ ഹാജരായി. ആ കൂട്ടത്തിൽ അപരിചിതനായ ഒരു യുവാവും വന്നു ചേർന്നു. അവനെ കണ്ടിട്ട് കായംകുളത്ത് രാജാവ്, നീ ആര് എന്ന് ചോദിച്ചു. യുവാവ് പറഞ്ഞു, അടിയനൊരു മലയാളിയാണ്. രാജാവ്, നീ എവിടെ പാർക്കുന്നു? യുവാവ് പറഞ്ഞു, അടിയൻ കുറച്ച് കിഴക്കൊരു മലയിലാണ് പാർക്കുന്നത്. രാജാവ് പറഞ്ഞു, നിന്റെ പേരെന്താണ്? യുവാവ് മറുപടി നൽകി, അയ്യപ്പൻ എന്നാണ്. രാജാവ് ചോദിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? യുവാവ് പറഞ്ഞു, തിരുമനസ്സുകൊണ്ട് ആയുധാഭ്യാസ പരീക്ഷ നടത്തി ജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അതിൽ ചേരാമെന്ന് വിചാരിച്ചാണ് അടിയൻ വിടകൊണ്ടത്. രാജാവ് പറഞ്ഞു, നിനക്ക് ഏതായുധം പ്രയോഗിക്കുവാനാണ് പരിചയമുള്ളത്? യുവാവ് പറഞ്ഞു, അടിയൻ എല്ലാം കുറേശ്ശെ പരിചയമുണ്ട്. രാജാവ് പറഞ്ഞു, എന്നാൽ ചേർന്ന് കൊള്ളുക, വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ സൈനികന്മാരിൽ പ്രധാനന്മാരും നല്ല അഭ്യാസികളുമായവരെ വിളിച്ച് ഈ യുവാവിനെ പരീക്ഷിക്കുന്നതിന് ആജ്ഞാപിച്ചു. അവർ വില്ലും അമ്പും പ്രയോഗിച്ച്, വാളും പരിചയം പ്രയോഗിച്ച്, ഈട്ടി, കുന്തം, വേൽ മുതലായ ആയുധങ്ങളും പ്രയോഗിച്ചു. പല വിധത്തിൽ പരീക്ഷിച്ചു. ആ പരീക്ഷകളിലെല്ലാം തന്നെ ആ യുവാവ് ജയിക്കുകയും കായംകുളം സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. അതുകണ്ട് കായംകുളത്ത് രാജാവ് ഏറ്റവും സന്തോഷിക്കുകയും നിനക്ക് സമ്മാനമായി എന്താണ് വേണ്ടത്, എന്തും തരാൻ നാം തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അത് കേട്ട ആ യുവാവ്, അടിയൻ അധികമൊന്നും കിട്ടണമെന്ന് ആഗ്രഹമില്ല. അടിയൻ ഇവിടെ നിന്ന് നെയ്യുന്ന ശരം ചെന്ന് വീഴുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള മുക്കാതെ, അതായത് 12 നാഴിക ദീർഘവിസ്താരമുള്ള ഭൂമി കരമൊഴിയായി കൽപ്പിച്ചു തന്നാൽ മതി എന്നറിയിച്ചു. അങ്ങനെ തന്നെ അത്രയും കരമൊഴിയായി തന്നേക്കാമെന്ന് പറഞ്ഞു. ശരമെടുത്ത് എയ്യുക എന്ന് രാജാവ് കൽപ്പിച്ചു. ആ യുവാവ് ഒരു ശരമെടുത്ത് ഞാണിൽ തൊടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വലിച്ചു വിട്ടു. ആ ശരം ചെന്ന് വീണ സ്ഥലം കണ്ടുപിടിക്കുന്നതിനായി കായംകുളത്ത് രാജാവ് തൻ്റെ വിശ്വസ്ത ഭടന്മാരിൽ തന്നെ ചിലരെ നിയോഗിച്ചു. അവരോടുകൂടി ആ യുവാവും വെറുതെ നേരം പോക്കിനായിട്ടുള്ളെന്ന ഭാവത്തിൽ പന്തളത്ത് രാജാവും പോയി. അവരെല്ലാവരും കൂടി കായംകുളത്ത് നിന്ന് കിഴക്ക് തെക്കായി ഏകദേശം 12 നാഴിക ദൂരം വരെ ചെന്നപ്പോൾ അവിടെ ഒരു പൊയ്കയും അതിൻ്റെ തീരപ്രദേശത്ത് ഏതാനും കാളകൾ മേഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കണ്ടു. അവയിൽ ഏറ്റവും ഭയങ്കരമൂർത്തിയായ ഒരു കൂറ്റൻ മുക്കൂറിയിട്ടുകൊണ്ട് പന്തളത്ത് രാജാവിനെ കുത്തുവാനായി പാഞ്ഞു ചെന്നു. അതുകണ്ട് രാജഭടന്മാർ പേടിച്ചോടി. അഭ്യാസിയും സുന്ദരനുമായ യുവാവ് ധൈര്യസമേതം തിരിഞ്ഞു നിന്നു. കാളയെ അടിച്ചെടുപ്പിച്ച് പന്തളത്ത് രാജാവിനെ രക്ഷിച്ചു. ഈ സംഭവം നിമിത്തം ആ പൊയ്കയ്ക്ക് അന്നുണ്ടായ കാളകുത്തിപ്പൊയ്ക എന്ന പേര് തന്നെ ഇന്നും ജനങ്ങൾ പറഞ്ഞു വരുന്നു. അനന്തരം പന്തളത്ത് രാജാവും ആ യുവാവും കൂടി അവിടെ നിന്ന് കുറച്ച് കിഴക്കോട്ട് പോയതിനു ശേഷം ഒരു പാറപ്പുറത്ത് ചെന്നിരുന്ന് സ്വല്പനേരം വിശ്രമിച്ചു. അപ്പോഴേക്ക് നേരം വൈകിയതിനാൽ ആ രാത്രി അവിടെ താമസിച്ചു. ആ യുവാവിൻ്റെ കാലടികളെന്ന അവിടെ പതിഞ്ഞത് ഇപ്പോഴും മാഞ്ഞു പോകാതെ തെളിഞ്ഞു കാണുവാനുണ്ട്. ആ സ്ഥലത്തിന് തൃപ്പാദം എന്ന പേര് പറഞ്ഞു വരുന്നു. പിറ്റേ ദിവസം, അതായത് 10-ാം തീയതി അതിരാവിലെ പന്തളത്ത് രാജാവും ആ യുവാവും കൂടി ഏകദേശം അരനാഴിക കൂടി കിഴക്കോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു കായലും അതിൻ്റെ മധ്യത്തിൽ ഒരു തുരുത്തും കണ്ടു. അപ്പോൾ ആ യുവാവ്, ആ കാണുന്ന തുരുത്തിലാണ് അടിയന്റെ ശരം പതിച്ചിരിക്കുന്നത്, അതിനാൽ അങ്ങോട്ട് എഴുന്നള്ളാം, ഇവിടെ കടവിൽ ഒരു പൊങ്ങുതടി കിടക്കുന്നുണ്ട്, അതിൽ കയറി പോയാൽ ആ തുരുത്തിലെത്താമെന്ന് പറഞ്ഞു. രാജാവ് അപ്രകാരം സമ്മതിക്കുകയും യുവാവിനോടും കൂടി കടവിൽ ചെന്ന് പൊങ്ങുതടിയിൽ കയറുകയും ചെയ്തു. ആരും തുഴയാതെ തന്നെ പൊങ്ങുതടി ചെന്ന് തീരത്തിലെടുത്തു. രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ യുവാവിനെ കാണാനില്ലായിരുന്നു. ആ പൊങ്ങുതടി അവിടെ നിന്ന് വെള്ളത്തിൽ കൂടി നീന്തിപ്പോകുന്നത് കണ്ട് വിസ്മയത്തോടു കൂടി രാജാവ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വാസ്തവത്തിൽ അതൊരു പൊങ്ങുതടിയല്ലെന്നും അതൊരു മുതലയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുകയും തൻ്റെ പരദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിചാരിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ഒരാൾ വാളും പരിചയം എടുത്തുകൊണ്ട് ഏറ്റവും വിനയത്തോടുകൂടി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഇതിലെ എഴുന്നള്ളാമെന്നറിയിച്ചു. രാജാവ് ഉടനെ കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ ആ അകമ്പടിക്കാരനോടും കൂടി തിരുത്തൻ്റെ ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ശിലാവിഗ്രഹവും അതിന്മേൽ താൻ ശബരിമലയിലെ നടക്കി വെച്ച പൊൻകിരീടവും മുത്തുമാലയും ചാർത്തിയിരിക്കുന്നതും കണ്ട് രാജാവ് സന്തോഷാത്ഭുത പരവേശനായി ഭക്തിസമേതം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ശംഖു വിളിക്കുകയും ഒരാൾ വിഗ്രഹത്തിന് മുമ്പിലിരുന്ന് പൂജിക്കുകയും അസംഖ്യം കുരങ്ങന്മാർ തൊഴുതും നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാജാവ് നമസ്കരിച്ച് എണീറ്റപ്പോൾ ആ പൂജക്കാരൻ തീർത്ഥവും പ്രസാദവും കൊടുത്തു. ആ സമയം വൃദ്ധനായ ഒരു പരദേശ ബ്രാഹ്മണൻ ഒരു വെളിച്ചപ്പാടിനെ എന്ന പോലെ തുള്ളിക്കൊണ്ട് അവിടെ വരികയും പന്തളത്ത് രാജാവിൻ്റെ നേരെ നോക്കി, എന്താ എൻ്റെ ഉണ്ണിക്ക് സന്തോഷമായില്ലേ? ആഗ്രഹം സാധിച്ചുവല്ലോ. ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഇവിടെ വന്നിരിക്കുന്നു. ഇനി എൻ്റെ ഉണ്ണി എൻ്റെ മല കയറണമെന്നില്ല. ഇവിടെ വേണ്ടതുപോലെ ചെയ്തു കൊണ്ടാൽ മതി. ഈ പൂജക്കാരൻ തന്നെ എൻ്റെ പൂജക്കാരനായി ഇരുന്നു കൊള്ളട്ടെ എന്ന് പറയുകയും ചെയ്തു. ഇവൻ എൻ്റെ മാരാനും കഴകക്കാരനുമായിരിക്കട്ടെ. ഈ കുരങ്ങന്മാരും എൻ്റെ ഉണ്ണിയെ ഇക്കര കടത്തിയ മുതലയും ഈ കായലിലുള്ള ശ്രേഷ്ഠകൾ, അതായത് ഏട്ടകൾ എന്നു പേരായ മത്സ്യങ്ങളും എൻ്റെ പരിവാരങ്ങളാണ്. ഇവയെല്ലാം എൻ്റെ ഉണ്ണി രക്ഷിച്ചു കൊള്ളാം. ഇവരിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആ ഉപദ്രവികളെ ഞാൻ യഥായോഗ്യം ശിക്ഷിക്കും. എൻ്റെ ഉണ്ണി ഇവിടെ വന്ന് ആദ്യമായി എന്നെ ദർശിച്ച ഈ ദിവസം, ഈ സമയത്ത് ഇവിടെ വന്നെന്നെ ഭക്തിപൂർവ്വം ദർശിക്കുന്നവർക്ക് സകല ആവിഷ്ടങ്ങളും ഞാൻ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത്രയും പറയുകയും ചെയ്തിട്ട് അദ്ദേഹം വന്നതുപോലെ തന്നെ ഓടിപ്പോവുകയും ചെയ്തു.
ആ ബ്രാഹ്മണൻ എവിടെ നിന്നും വന്നു എന്നും എങ്ങോട്ട് പോയതെന്നും ആർക്കും നിശ്ചയമില്ല. അദ്ദേഹത്തെ അതിനു മുമ്പും അതിൽ പിന്നെയും ആരും കണ്ടിട്ടുമില്ല. അത് സാക്ഷാൽ ശാസ്താവ് തന്നെ വേഷം മാറി വന്നതാണെന്നാണ് വിശ്വാസം. മേടമാസത്തിൽ 10-ാം ഉദയത്തെ നാൾ രാവിലെ അവിടെ ചെന്ന് ദർശനം കഴിക്കുക വളരെ പ്രധാനമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനായി ആണ്ടുതോറും അസംഖ്യം ആളുകൾ എപ്പോഴും അവിടെ വരാറുണ്ട്. ഈ സ്ഥലം അക്കാലത്ത് കായംകുളത്തോട് ചേർന്നിരുന്നതിനാൽ ആ ബ്രാഹ്മണൻ പോയ ഉടനെ പന്തളത്ത് രാജാവ് ഉണ്ണിത്താനെ വിളിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഗതികളെല്ലാം ഉടനെ കായംകുളത്ത് രാജാവിനെ അറിയിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ഉണ്ണിത്താൻ അപ്പോൾ തന്നെ പുറപ്പെട്ട് കായംകുളത്തെത്തി രാജാവിനെ കണ്ട് സകല വിവരങ്ങളും അറിയിക്കുകയും കായംകുളത്ത് രാജാവ് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഈ സ്ഥലത്തെത്തി സ്വാമി ദർശനം കഴിക്കുകയും പിന്നെ ഏതാനും ദിവസം അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അവിടെ വേണ്ടുന്ന പരിഷ്കാരങ്ങളെല്ലാം വരുത്തുകയും ചെയ്തു. കായംകുളത്ത് രാജാവ് അവിടെ ചെയ്ത പരിഷ്കാരങ്ങൾ പ്രധാനപ്പെട്ടവയാണ് താഴെ പറയുന്നത്. ആദ്യം തന്നെ ജനങ്ങളുടെ ഗതാഗത സൗകര്യത്തിനായി ആ തീരത്തിൽ നിന്ന് ഒരു കൽച്ചിറ കെട്ടിച്ച് പടിഞ്ഞാറേക്കരയോട് സംഘടിപ്പിച്ചു. പിന്നെ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചുറ്റുമതിൽ കെട്ടിക്കുകയും ക്ഷേത്രത്തിൽ നിത്യാനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലാകവയ്ക്ക് വേണ്ടുന്ന വസ്തുതകൾ നിശ്ചയിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്ത് വടക്കോട്ട് മാറി ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു. പന്തളത്ത് രാജാവിനെയും അദ്ദേഹത്തിന്റെ പ്രിയതമയായ രാജ്ഞിയെയും അവിടെ താമസിച്ചു. അപ്രകാരം തന്നെ പൂജക്കാരൻ, കഴകക്കാരൻ, ഉണ്ണിത്താൻ എന്നിവർക്കും ക്ഷേത്രത്തിന്റെ സമീപം തന്നെ ഓരോ ഗ്രഹങ്ങൾ പണിയിച്ചു കൊടുക്കുകയും അവർക്ക് ചെലവിന് വേണ്ടുന്ന വസ്തുതകൾ കരമൊഴിയായി പതിച്ചു കൊടുക്കുകയും ചെയ്തു. മുമ്പേ തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്ന കോട്ട എന്ന പേര് ശാസ്താവിന്റെ സാന്നിധ്യ നിമിത്തം അക്കാലം മുതൽക്ക് ശാസ്താംകോട്ട എന്നായി തീരുകയും ചെയ്തു. ശാസ്താംകോട്ടയിൽ ക്ഷേത്രം പണി മുതലായവ കഴിഞ്ഞിട്ടും അവിടുത്തെ പൂർവ്വ നിവാസികളായിരുന്ന കടുവ, പുലി മുതലായ ദുഷ്ടമൃഗങ്ങൾ അവിടെ തന്നെ നിവസിച്ചിരുന്നു. അവ അവിടെ പാർത്തിരുന്നത് ക്ഷേത്രത്തിന് കുറച്ച് കിഴക്ക് വടക്കായിട്ടാണ്. അവിടെ ഒരു വലിയ ഗുഹയിലായിരുന്നു അവരുടെ വാസ്തവം. ആ ഗുഹ ഇപ്പോഴും അവിടെ കാണുവാനുണ്ട്. ആ ഗുഹയ്ക്ക് പുലിവാരം എന്നാണ് ഇപ്പോൾ പേര് പറഞ്ഞു വരുന്നത്. ആ ഗുഹയുടെ അന്തർഭാഗം ഏറ്റവും വിശാലവും സഞ്ചാര സൗകര്യമുള്ളതുമാണെന്ന് ചിലർ പറയുന്നു. ഒരിക്കൽ ഒരു കടുവ അയ്യപ്പസ്വാമിയുടെ ഭക്തനായ ഉണ്ണിത്താന്റെ ഒരു പശുവിനെ പിടിച്ചു കൊന്നു. അത് സ്വാമിക്ക് ഒട്ടും രസിച്ചില്ല. അതിനാൽ സ്വാമി വില്ലും അമ്പും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. സകല ദുഷ്ടമൃഗങ്ങളെയും അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അവിടുന്ന് കൊണ്ടുപോയി കൊട്ടാരക്കരയ്ക്ക് സമീപം കോട്ടത്തല എന്ന് പറയുന്ന സ്ഥലത്തിന് അപ്പുറത്താക്കി. സ്വാമി അവിടെ വില്ലു ഊന്നി പിടിച്ചിരുന്നത് കൊണ്ട് മേലാൽ യാതൊരു ദുഷ്ടമൃഗവും ഈ സ്ഥലത്തപ്പുറം കടക്കരുത് എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. അതിൽ പിന്നെ കോട്ടത്തലയ്ക്ക് പടിഞ്ഞാറ് യാതൊരു ദുഷ്ടമൃഗവും ഇതുവരെ കടന്നിട്ടില്ല. അത് സ്വാമി വില്ലും നിന്ന സ്ഥലത്ത് തൃപ്പാദങ്ങളും വില്ലിന്റെ അഗ്രഹവും പതിഞ്ഞത് ഇപ്പോഴും കാണുവാനുണ്ട്. പന്തളത്ത് രാജാവും രാജ്ഞിയും ശാസ്താംകോട്ടയിൽ താമസമാക്കിയതിനു ശേഷം കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ മുമ്പിലും പിമ്പിലും കുരങ്ങന്മാർ അകമ്പടിയായി കൂടുക പതിവായി. അപ്രകാരം തന്നെ രാജാവും രാജ്ഞിയും കുളിക്കുവാനായി കടവിൽ ചെല്ലുമ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള മുതലയും മത്സ്യങ്ങളും അവിടെ ഹാജരാവും. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പതിവായി കൊടുക്കേണ്ടതാണെന്ന് രാജാവിനും രാജ്ഞിക്കും തോന്നുകയും കുരങ്ങന്മാർക്ക് പഴം, ശർക്കര, തേങ്ങാപ്പൂള് മുതലായവയും മുതലയ്ക്ക് ചോറും മത്സ്യങ്ങൾക്ക് അരിയും പതിവായി കുറേശ്ശെ കൊടുത്തു തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഇനിയൊരു നിശ്ചയം ചെയ്യേണ്ടതാണെന്ന് തോന്നുകയാൽ പ്രതിദിനം കുരങ്ങന്മാർക്ക് 6 കോലടങ്ങഴി അരിയുടെയും മുതലയ്ക്ക് 1 കോലടങ്ങഴി അരിയുടെയും ചോറും മത്സ്യങ്ങൾക്ക് 3 ആഴി അരിയും പതിവായി ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നതിന് പന്തളത്ത് രാജാവ് ഏർപ്പാട് ചെയ്തു. രാജാവും രാജ്ഞിയും കുളിക്കുവാൻ കടവിൽ ചെല്ലുമ്പോൾ മത്സ്യങ്ങൾക്കുള്ള അരി ദേവസ്വം കലവറക്കാരൻ കടവിൽ കൊണ്ടു ചെല്ലണം. ആ അരി വാങ്ങി മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കുക രാജാവും രാജ്ഞിയും കൂടിയാണ് പതിവ്. ഉച്ചപൂജ കഴിയുമ്പോൾ കുരങ്ങന്മാർക്കുള്ള ചോറ് കിഴക്കേ ഗോപുരത്തെങ്കിൽ മതിൽക്കു വെള്ളയിൽ കൊണ്ടുചെന്ന് കൊടുക്കേണ്ടതായി ശാന്തിക്കാരനും മുതലയ്ക്കുമുള്ള ചോറ് കടവിൽ കൊണ്ടുചെന്ന് കൊടുക്കേണ്ടതും മാരാരിമാരാണ്. അങ്ങനെയാണ് രാജാവ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കുരങ്ങന്മാർ ഊണ് കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ കണ്ട് വന്ദിക്കുകയും ഒരു സന്തോഷ ശബ്ദം പുറപ്പെടുപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഇങ്ങനെയിരുന്ന കാലത്തൊരിക്കൽ കായംകുളത്ത് രാജാവ് സ്വാമി ദർശനത്തിനും കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനുമായി വീണ്ടും ശാസ്താംകോട്ടയിൽ വന്നു. അദ്ദേഹം മഞ്ചലിൽ വന്ന് പന്തളത്ത് രാജാവും രാജ്ഞിയും താമസിച്ചിരുന്ന കൊട്ടാരത്തിലാണ് ഇറങ്ങിയത്. പന്തളത്ത് രാജാവും രാജ്ഞിയും കുളിയും സ്വാമി ദർശനവും കഴിച്ച് കൊട്ടാരത്തിൽ വന്ന സമയത്തായിരുന്നു കായംകുളത്ത് രാജാവിന്റെ വരവ്. അതിനാൽ അകമ്പടിക്കാരനായ കുരങ്ങന്മാർ അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കായംകുളത്തെ രാജാവ് മഞ്ചലിൽ നിന്നിറങ്ങിയ ഉടനെ വാനര വീരന്മാർ രാജാവിനെ താണു തൊഴുതിട്ട് കൈനീട്ടി വായു പൊത്തി വളരെ ആദരവോടും ഭക്തിയോടും കൂടി നിരന്നു നിന്നു. അത് കണ്ടിട്ട് കായംകുളത്ത് രാജാവ് ഇത് നല്ല നേരം പോക്ക് തന്നെ, ഇവർ മഹായോഗ്യന്മാരാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു.
അപ്പോൾ പന്തളത്ത് രാജാവ്, അതെ, അവർ യോഗ്യന്മാർ തന്നെയാണ്. അവരുടെ ദിവ്യത്വം ഒട്ടും ചില്ലറയല്ല. അവർ സ്വാമിയുടെ ആളുകളാണ്. അവർക്ക് ദിവസം തോറും പതിവായി 6 കോലിടങ്ങഴി അരിയുടെ ചോറ് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നതിന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കായംകുളത്തെ രാജാവ് സ്വല്പം വിശ്രമിച്ചതിന് ശേഷം കുളിക്കുവാനായി കടവിലേക്ക് പോയി. അകമ്പടിയായി കുരങ്ങന്മാരും പോയി. രാജാവ് തേച്ചു കുളിയായിരുന്നതിനാൽ കൈവിരലിൽ കിടന്ന രത്നചികിതമായ മോതിരമൂരി കടവിലൊരു കല്ലിന്മേൽ വെച്ചിട്ട് എണ്ണ തേച്ച് രാജഭൃത്യന്മാർ രാജാവിനെ കുളിപ്പിച്ചതുകൊണ്ട് നിന്ന സമയം ഒരു പരുന്ത് ആ മോതിരത്തിൽ പതിച്ചിരുന്ന രത്നത്തിന്റെ ശോഭ കണ്ട് വല്ല ഭക്ഷണ സാധനവുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടോ എന്തോ പെട്ടെന്ന് പറന്നു വന്ന ആ മോതിരം റാഞ്ചി കൊണ്ടുപോയി. അത് കണ്ട് രാജഭൃത്യന്മാർ, അയ്യോ, തിരുവാഴി കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് ആ മോതിരം വളരെ വില കൂടിയതായിരുന്നതിനാൽ അത് പോയതുകൊണ്ട് രാജാവിനും അത്യധികമായ മനസ്താപമുണ്ടായി. എങ്കിലും ഗംഭീരാസനായ അദ്ദേഹം അത് പുറത്തു കാണിച്ചില്ല. അദ്ദേഹം കുളിച്ച് ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. ആ സമയത്തും കുരങ്ങന്മാരുടെ അകമ്പടി ഉണ്ടായിരുന്നു. എങ്കിലും അവരിൽ തലവനായ വലിയൊരു കുരങ്ങൻ അപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. രാജാവ് കൊട്ടാരത്തിൽ പോയ ആ പരുന്തിനെ അടിച്ചു കൊന്ന് പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടു ചെല്ലുകയും പരുന്തിന്റെ നഖത്തിൽ കോർത്തിരുന്ന മോതിരമെടുത്ത് രാജാവിന്റെ മുൻപിൽ വെച്ച് വന്ദിക്കുകയും ചെയ്തു. അത് കണ്ട് കായംകുളത്ത് രാജാവ് വളരെ സന്തോഷിക്കുകയും തലവനായ വാനരവീരന് സുഗ്രീവൻ എന്നൊരു പേര് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടനെ കുരങ്ങന്മാരെല്ലാം രാജാവിനെ വീണ്ടും വന്ദിച്ചിട്ട് കിഴക്കേ നടയിലേക്കും കായംകുളത്ത് രാജാവ് പന്തളത്ത് രാജാവിനോട് കൂടി ഊണ് കഴിക്കുവാൻ അകത്തേക്കും പോയി. രാജാക്കന്മാർ ഊണ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കുരങ്ങന്മാരെ കാണായികയാൽ കുരങ്ങന്മാർ ഊണ് കഴിഞ്ഞാൽ അവരുടെ സന്തോഷത്തെ ചില ശബ്ദങ്ങൾ കൊണ്ട് അറിയിക്കുവാനായി ഇവിടെ വരാറുണ്ടായിരുന്നു. ഇന്നവരെ കാണാഞ്ഞത് എന്താണാവോ എന്ന് പന്തളത്ത് രാജാവ് പറഞ്ഞു. അപ്പോൾ ക്ഷേത്രസന്നിധിയിൽ കുരങ്ങന്മാരുടെ കളകള ശബ്ദം ഉച്ചത്തിൽ കേൾക്കുകയാൽ അവിടെ ഇന്ന് എന്തോ വിശേഷമുണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എന്താണെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പന്തളത്ത് രാജാവ് അങ്ങോട്ട് പുറപ്പെട്ടു. അദ്ദേഹത്തോടു കൂടി കായംകുളത്ത് രാജാവും പോയി. രാജാക്കന്മാർ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും സുഗ്രീവവാദികൾ അവർക്ക് കൊടുത്ത ചോറ് പാത്രത്തോടും കൂടി പിടിച്ചു വലിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള വഴിയിലോളം എത്തിയിരുന്നു. അവരെന്താണ് ചെയ്യുവാൻ ഭാവിക്കുന്നതെന്ന് അറിയുവാനായി രാജാക്കന്മാർ ആ വഴിയിൽ തന്നെ നോക്കി നിൽക്കുന്നു. കുരങ്ങന്മാർ ആ പാത്രം പിടിച്ചു വലിച്ച് കായംകുളത്ത് രാജാവിന്റെ മുമ്പിൽ കൊണ്ടു ചെന്നു വെച്ചിട്ട് സുഗ്രീവൻ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ചോറും ഓരോ കുരങ്ങന്മാരെയും അവരുടെ വയറും തൊട്ട് കാണിച്ചുകൊണ്ട് ദുഃഖഭാവത്തോടുകൂടി രാജാവിന്റെ നേരെ നോക്കി. ബുദ്ധിമാനായ കായംകുളത്ത് രാജാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം സുഗ്രീവനോട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ചോറ് കൊണ്ട് മതിയാകുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. കാര്യം അത് തന്നെയെന്ന് സുഗ്രീവൻ ആംഗ്യം കാണിച്ചു. ആട്ടെ, ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി ഊണ് കഴിച്ചിട്ട് കൊട്ടാരത്തിൽ വരുവിൻ, സമാധാനമുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കായംകുളത്ത് രാജാവ് പന്തളത്ത് രാജാവിനോടും കൂടി കൊട്ടാരത്തിലേക്ക് പോയി. ഊണ് കഴിച്ചുകൊണ്ട് സുഗ്രീവ പ്രഭൃതികളും അവിടെ ഹാജരായി വണക്കത്തോടും കൂടി നിന്നിരുന്നു. കായംകുളക്കത്ത് രാജാവ് നാളികേരം, ശർക്കര, പഴം മുതലായവ വരുത്തി അവർക്ക് ധാരാളമായി കൊടുത്തിട്ട് പ്രതിദിനം അവർക്ക് മൂതവർ അരിയുടെ ചോറ് കൂടി കൊടുത്ത് കൊള്ളുന്നതിനെ കൽപ്പന കൊടുക്കുകയും അപ്രകാരം കൽപ്പിച്ചനുവദിച്ചിരിക്കുന്നതിനായി ഒരു ചെമ്പതകിടൽ എഴുതി തുല്യം ചാർത്തി സുഗ്രീവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. കുരങ്ങന്മാർ ഒരു സന്തോഷ ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് രാജാവിനെ വീണ്ടും വന്ദിച്ചുകൊണ്ട് നാലുപുറത്തേക്കും പാഞ്ഞു പോവുകയും അടുത്ത ദിവസം മുതൽ ദേവസ്വം പടിഞ്ഞാരത്തിൽ ചേർന്ന അവർക്ക് 3 പറ ആറങ്ങേക്കുലകിടങ്ങഴി അരിയുടെ ചോറ് വീതം കൊടുത്തു തുടങ്ങുകയും ചെയ്തു. ഒരിക്കൽ കൊട്ടാരക്കര ഒരു നായർ കുടുംബത്തിലുണ്ടായിരുന്ന സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരായി ചത്തുകെട്ടുപോയിട്ട് ഒടുക്കം ഒരു സ്ത്രീ മാത്രം അവശേഷിച്ചു. ആ സ്ത്രീ 45 വയസ്സുവരെ പ്രസവിക്കാതെ ഇരുന്നു. സന്താനാർത്ഥമായി അവർ അനേക സത്കർമ്മങ്ങൾ ചെയ്തു. എങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അതിനാൽ ആ സ്ത്രീ കേവലം വന്ധ്യയാണെന്നും അവർ പ്രസവിച്ച് സന്താനമുണ്ടാവുകയെന്നുള്ള കാര്യം അസാധ്യമാണെന്നും ആ കുടുംബം അന്യം നിന്ന് പോവുക തന്നെ ചെയ്യുമെന്നും എല്ലാവരും തീർച്ചപ്പെടുത്തി. അങ്ങനെയിരുന്ന കാലത്ത് ഭിക്ഷക്കാരനായ ഒരു സന്യാസി ആ കുടുംബത്തിൽ ചെല്ലുകയും ഭിക്ഷ വാങ്ങിയ ശേഷം ആ ദിവ്യൻ ആ കുടുംബയാനികയോട്, അമ്മയെ, നിങ്ങൾ ഒട്ടും വ്യസനിക്കേണ്ട, നിങ്ങൾ ശാസ്താംകോട്ടയിൽ പോയി സ്വാമി ദർശനം കഴിച്ച് വഴിപാടുകൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സന്താതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് കേട്ട ആ സ്ത്രീക്ക് ഈ ദിവ്യന്റെ വാക്കൊരിക്കലും മിഥ്യയായി പോവുകയില്ലെന്ന് മനസ്സിൽ തോന്നുകയും അടുത്ത ദിവസം തന്നെ അവർ അവരുടെ ഭർത്താവിനോടും കൂടി ശാസ്താംകോട്ടയിൽ ചെന്ന് കുടിചെഴുത്ത് എഴുന്നേറ്റ് നടയിൽ നിന്ന് താൻ പ്രസവിച്ച ഒരു പെൺകുട്ടി ഉണ്ടായാൽ സ്വാമിയുടെ നടയിൽ വെച്ച് കുട്ടിക്ക് ചോറ് കൊടുക്കുകയും 3 പറ അരിയുടെ ചോറ് കൊണ്ട് നാനാ വിഭവങ്ങളോടും കൂടി കുരങ്ങന്മാർക്ക് സദ്യ കഴിക്കുകയും 3 ആഴരി 8 കൾക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പോലും. അനന്തരം 1 മാസം കഴിയുന്നതിന് മുമ്പ് എന്തോ കാരണവശാൽ ആ സ്ത്രീയുടെ ഭർത്താവ് അവരോട് മുഷിഞ്ഞ് സംബന്ധം മതിയാക്കി പോവുകയും വേറൊരാൾ അവർക്ക് സംബന്ധം തുടങ്ങുകയും
ഉടനെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അവർ യഥാകാലം സസുഖം പ്രസവിച്ച ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. 6-ാം മാസത്തിൽ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനായി ആ സ്ത്രീയും അവളുടെ ഭർത്താവും കൂടി കുട്ടിയെയും കൊണ്ട് ശാസ്താംകോട്ടെങ്കിലെത്തി. ക്ഷേത്രത്തിൽ വേണ്ടുന്ന വഴിപാടുകളെല്ലാം ഏർപ്പാട് ചെയ്തതിനു ശേഷം അവർ പോയി കുളിച്ചു വന്ന് സ്വാമി ദർശനം കഴിച്ച് കിഴക്കേനടിയിൽ ഹാജരായി. ശാന്തിക്കാരൻ തീർത്ഥവും പ്രസാദവും ചോറും പായസവും എല്ലാം അവിടെ കൊണ്ടുചെന്ന് കൊടുത്ത് കുട്ടിക്ക് ചോറ് കൊടുക്കുവാനായി നടയിൽ ഇല വെച്ച് ചോറും പായസവും വിളമ്പി. അപ്പോഴേക്കും കുട്ടി ആരോ അടിച്ചിട്ടെന്ന പോലെ തെളിഞ്ഞു പിരിഞ്ഞ് ഉറക്കെ കരഞ്ഞു തുടങ്ങി. ഒരു വിധത്തിലും ചോറ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതായി തീർന്നു. എടുത്താലും പിടിച്ചാലും കുട്ടി കയ്യിലിരിക്കാതെ കുതിച്ചു ചാടി തുടങ്ങി. കുട്ടി കയ്യിൽ നിന്ന് താഴെ പോകുമെന്നായപ്പോൾ ആ സ്ത്രീ ഒരു മുണ്ടു വിരിച്ചു കിട്ടി കുട്ടിയെ അവിടെ കിടത്തി. ആ സമയം വാനരകുല അധിപനായ ദുർഗ്രീവൻ ചാടിച്ചെന്ന് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. സുഗ്രീവൻ എടുത്തപ്പോൾ മുതൽ കുട്ടി കരച്ചിൽ നടത്തി ചിരിക്കുകയും കൈകാലും കുടഞ്ഞു കളിക്കുകയും ചെയ്തു തുടങ്ങി. ഇത് കേട്ട് ആ ദിക്കിലുള്ളവരൊക്കെ അവിടെ കൂടി. എല്ലാവരും വിസ്മയഭരിതരായി തീർന്നു. കുട്ടിയുടെ മാതാപിതാക്കന്മാർ വ്യസനപരവശരമായി തീർന്നു. കുരങ്ങന്മാരെല്ലാം നടയിൽ കൂടി. ഏട്ടകളെല്ലാം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി നടയിലെത്തി. ഈ അത്ഭുതപൂർവമായ സംഭവത്തിന് എന്തോ കാരണമുണ്ടെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിധി കൽപ്പിക്കുവാനുള്ള അധികാരം ഉണ്ണിത്താനാണ്. അതിനാൽ ഉണ്ണിത്താൻ കുട്ടിയുടെ പിതാവിനെ വിളിച്ച് നിങ്ങൾ ഈ കുരങ്ങന്മാർക്കും ഏട്ടകൾക്കും എന്തെങ്കിലും കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തോ എനിക്ക് നിശ്ചയമില്ല എന്ന് അയാൾ പറഞ്ഞു. പിന്നെ കുട്ടിയുടെ മാതാവിനോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഈ കുട്ടിയെ നടിയിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുന്ന ദിവസം 3 പറ അരിയുടെ ചോറ് കൊണ്ട് നാനാ വിഭവങ്ങളോടും കൂടി കുരങ്ങന്മാർക്കൊരു സദ്യ കഴിക്കുകയും 1 ആഴി അരി ഏട്ടകൾക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയിരുന്നു, ഇപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞു. എന്നാൽ കുരങ്ങന്മാർക്ക് സദ്യയും ഏട്ടകൾക്ക് അരിയും കൊടുക്കുവാൻ നാളെ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു വെക്കണം. അതിലേക്ക് 101 പണം നിങ്ങൾ ഇപ്പോൾ നടയിൽ വെക്കണം. എന്നാൽ എല്ലാം ശരിയാകും. നാളെ വഴിപാടുകൾ നടത്തിയിട്ട് തരാം. അങ്ങനെയോ നിങ്ങൾ പോകാവോ? പണം ഇപ്പോൾ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഞാൻ തരാം. താമസിയാതെ എത്തിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ആ സ്ത്രീ അപ്രകാരം സമ്മതിച്ചു. 101 പണം ഉണ്ണിത്താനോട് കടമായി വാങ്ങി നടയിൽ വെച്ചു. തൽക്ഷണം സുഗ്രീവൻ കുട്ടിയും കൊണ്ടുവന്ന് നടയിൽ കിടത്തി കൊടുത്തു. ഉടനെ ആ സ്ത്രീ കുട്ടിയെ എടുത്ത് ചോറ് കൊടുത്തു. ചോറൂണ് കഴിഞ്ഞ ഉടനെ കുരങ്ങന്മാർ ഓരോ വൃക്ഷങ്ങളിലേക്കും ഏട്ടകൾ വെള്ളത്തിലേക്കും ജനങ്ങൾ അവരവരുടെ ഗൃഹങ്ങളിലേക്കും പിരിഞ്ഞുപോയി. കൊട്ടാരക്കാരനായ ദമ്പതിമാർ പിറ്റേ ദിവസം കുരങ്ങന്മാർക്ക് കേമമായി സദ്യ നടത്തുകയും ഏട്ടകൾ കരി കൊടുക്കുകയും കഴിച്ച് സ്വാമിയെ തൊഴുത് കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോവുകയും അടുത്ത ദിവസം തന്നെ ഉണ്ണിത്താന്റെ പണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. കൊല്ലം 721-ാം ആണ്ട് വൃശ്ചിക മാസം 5-ാം തീയതി ജയസിംഹനാട്ട് നാടുവാണിരുന്ന ഉണ്ണിക്കേരളവർമ്മ പണ്ടാരത്തിൽ എന്ന രാജാവ് ശാസ്താംകോട്ടയിൽ വന്ന് സ്വാമി ദർശനം കഴിക്കുകയും അറുപറ എന്ന പേരായ പ്രധാന വഴിപാട് നടത്തുകയും പ്രതിദിനം ഉഷപൂജയ്ക്ക് 1.25 ഇടങ്ങഴി അരി പതിവ് വയ്ക്കുകയും ചെയ്തതായി അവിടെ ഒരു ശിലാലിഖിതം ഇപ്പോഴും കാണുന്നുണ്ട്. കൊല്ലം 933-ാം ആണ്ട് നാട് നീങ്ങിയ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രാജ്യദ്രോഹികളായ 8 വീട്ടിൽ വളപ്പന്മാരെ ഭയപ്പെട്ട് വേഷപ്രച്ഛന്നനായി സഞ്ചരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് കുന്നത്തൂർ താലൂക്കിൽ കണ്ണങ്കോട് എന്ന ദേശത്ത് ചെന്നെത്തി. അവിടെ വലിയ മാളികയും മറ്റുമുള്ള ഒരു വീടും കണ്ട് കയറി ചെന്ന് താൻ ഇന്നലെ തന്നെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, വിശപ്പും ദാഹവും വളരെ കലശായിരിക്കുന്നു, അതിനാൽ ആഹാരത്തിന് വല്ലതും ഏർപ്പാട് ചെയ്തു തരണമെന്ന് അരുളി ചെയ്തു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രഹനായകൻ തന്റെ ഭൃത്യനെ വിളിച്ച് എടോ അയാൾക്ക് ഈ ഒരു ഉപ്പുമാക എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് അവിടെ നിന്നിറങ്ങി അതിനടുത്ത് ഒരു വീട്ടിൽ കയറി ചെന്നു. അവിടെ പുരുഷാരന്മാരും ഉണ്ടായിരുന്നില്ല. ഒരു വൃദ്ധയായ സ്ത്രീ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തിരുമനസ്സുകൊണ്ട് ആ വൃദ്ധയെ അടുക്കൽ വിളിച്ച് മേൽപ്പറഞ്ഞ പ്രകാരം താൻ ദിവസേനൊന്നും തന്നെ ആഹാരം കഴിച്ചിട്ടില്ലെന്നും വിശപ്പും ദാഹവും സഹിക്കവയ്യാതായിരിക്കുന്നുവെന്നും അതിനാൽ ആഹാരത്തിന് വല്ലതും ഏർപ്പാട് ചെയ്തു കൊടുക്കണമെന്നും അരുളി ചെയ്തു. അത് കേട്ട ആ വൃദ്ധ ആഹാരത്തിന് അടിയങ്ങൾ വല്ലതും തന്നാൽ അവിടേക്ക് കൊള്ളുകയില്ലല്ലോ, അതിനാൽ ഇവിടെ അടുത്തുള്ള ബ്രാഹ്മണ ഗ്രഹത്തിൽ ചട്ടം കെട്ടിത്തരാം, നീരാട്ടൂളി കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആഹാരത്തിന് തയ്യാറായിരിക്കുമെന്ന് പറഞ്ഞ് കുളവും ബ്രാഹ്മണഗ്രഹവും കാണിച്ചു കൊടുക്കുന്നതിന് ഒരാളെ കൂടെ അയച്ചു. ബ്രാഹ്മണഗ്രഹത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിലും ചട്ടം കിട്ടി. തിരുമനസ്സുകൊണ്ട് നീരാട്ടുകുളിയും നിത്യകർമാദികളും കഴിച്ച് ചെന്നപ്പോൾ ഊണിനെല്ലാം തയ്യാറായിരുന്നു. ഉടനെ അമൃതയത്ത് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി മേൽപ്പറഞ്ഞ 2 വീട്ടുകാരുടെയും സ്ഥിതിയെപ്പറ്റിയും വീട്ടുപേരുകളും അന്വേഷിച്ചറിഞ്ഞു. തിരുമനസ്സുകൊണ്ട് ആദ്യം ചെന്ന് കയറിയ വീട് ചിറ്റുണ്ടിയിൽ തൽക്കരൻ എന്ന ധനവാന്റേതായിരുന്നു. ആ വീട്ടുകാർ വലിയ ധനവാന്മാരായിരുന്നുവെങ്കിലും ആർക്കും പച്ചവെള്ളം പോലും കൊടുക്കാതെ ദുഷ്ടന്മാരായിരുന്നു. രണ്ടാമത് കയറിയ വീടിന്റെ പേര് നെല്ലിമൂട്ടിൽ എന്നായിരുന്നു. ആ വീട്ടുകാർ ഉപായകാലാപേക്ഷകരായിരുന്നുവെങ്കിലും ദയയും മര്യാദയുമുള്ള ധർമ്മിഷ്ഠന്മാരായിരുന്നു. ആ 2 വീട്ടുകാരും സുറിയാനി ക്രിസ്ത്യാനികളാണ്. തിരുമനസ്സുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് അവിടം വിട്ടു പോവുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സിലേക്ക് തിരുമൂപ്പ് സിദ്ധിക്കുകയും അവിടുന്ന് രാജ്യദ്രോഹികളെയെല്ലാം സംഹരിക്കുകയും
കായംകുളം മുതലായ രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തതിനു ശേഷം സാധുക്കളായ നെല്ലിമൂട്ടിൽ കുടുംബക്കാർക്ക് കരമൊഴിയായി വളരെ വസ്തുക്കൾ കൽപ്പിച്ചു പതിച്ചു കൊടുക്കുകയും കൂടാതെ മുതലാളി എന്നൊരു സ്ഥാനവും കൽപ്പിച്ചു കൊടുത്തു. ചിറ്റുണ്ടിയിൽ തരകന്റെ സ്ഥാനവാരങ്ങളും ജംഗനവുമായ സകല വസ്തുക്കളും കണ്ടുകെട്ടി ശാസ്താംകോട്ട ദേവസ്വത്തിൽ ചേർക്കുകയും ചെയ്തു. ആ വസ്തുക്കളിൽ നിന്നുള്ള ആദായം കൊണ്ട് ശാസ്താംകോട്ടയിൽ ശനിയാഴ്ച തോറും 41 പറ അരി കൊണ്ട് ധർമ്മക്കഞ്ഞിയും 5 പറ അരി കൊണ്ട് ക്ഷേത്രത്തിൽ ബ്രാഹ്മണ ഭോജനവും നടത്തുന്നതിനും ശേഷമുള്ള നിത്യാദി ദാനത്താൽ കൂട്ടുന്നതിനുമായി കൽപ്പിച്ചു. ആ തിരുമനസ്സിലെ കാലാനന്തരമുണ്ടായ പരിഷ്കരത്തിൽ ഈ പതിവ് കുറിച്ച് ധർമ്മക്കഞ്ഞിക്ക് 3 പറ 5 ഇടങ്ങഴി അരിയും ബ്രാഹ്മണ ഭോജനം വൈക്ക് 1 പറ 8 ഇടങ്ങഴി അരിയുമാക്കുകയും ശേഷമുള്ളതുകൊണ്ട് കൊല്ലത്ത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നമസ്കാരവും ആശ്രമ തൂട്ടും നടത്തുന്നതിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ശാസ്താംകോട്ട ക്ഷേത്രത്തിലുള്ള ചില ഊട്ടുപാത്രങ്ങളും മറ്റും ചിറ്റുണ്ടിയിൽ തരകൻ വക എന്നൊരു പേര് വെട്ടിയിരിക്കുന്നത് ഇപ്പോഴും കാണുവാനുണ്ട്. ബ്രിട്ടീഷ് റെസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മാൻഡ്രോ സായിപ്പ് അവറുകൾ ദേവസ്വങ്ങൾ പരിഷ്കരിച്ച് പദവികൾ ഏർപ്പാടെടുത്തിയ കാലത്ത് ശാസ്താംകോട്ടയിൽ കുരങ്ങന്മാർക്കും മുതലയ്ക്കും ചോറ് മത്സ്യങ്ങൾക്കും അരിയും കൊടുക്കുന്നത് അനാവശ്യമാണെന്ന് പറഞ്ഞ് ആവക ചെലവുകൾ നിർത്തലെഴുതിച്ചു. കുരങ്ങന്മാർക്ക് ചോറ് കിട്ടാതായപ്പോൾ അവർ ക്ഷേത്രത്തിൽ കിടന്ന് നിവേദ്യം കഴിയുമ്പോൾ അനുഭവക്കാരുടെയും വഴിപാടുകാരുടെയും മറ്റും ചോറെല്ലാം എടുത്ത് തിന്നുകയും ശാന്തിക്കാരനെയും ദേവസ്വംകാരനെയും അടിക്കുകയും കടിക്കുകയും മാന്തുകയും കീറുകയും മറ്റും ചെയ്തത് ഉപദ്രവിക്കുകയും ചെയ്തു. അനുഭവക്കാർക്ക് ചോറ് കിട്ടാതാവുകയും ദേവസ്വക്കാർക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യുവാൻ നിവൃത്തിയില്ലാതാവുകയും ചെയ്യുകയാൽ അവരെല്ലാവരും കൂടി പോയി മാൻഡ്രോ സായിപ്പ് അവറുകളെ കണ്ട് വിവരം ബോധിപ്പിക്കുകയും സായിപ്പ് അവറുകൾ ഇതിന്റെ പരമാർത്ഥം അറിയുന്നതിനായി ശാസ്താംകോട്ടയിൽ വരികയും ചെയ്തു. സായിപ്പ് അവറുകൾ വന്നു മുതൽ വെളിയിൽ ഒരു സ്ഥലത്ത് കസേരയിട്ടിരുന്നു. അപ്പോൾ കുരങ്ങന്മാരെല്ലാം അവിടെ ഹാജരായി കുനിഞ്ഞ് സലാം ചെയ്തിട്ട് നിരനിന്നു. അപ്പോൾ സായിപ്പ് അവറുകൾ നിങ്ങൾ ഈ ആക്രമങ്ങൾ കാണിച്ചിരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അവർ അവരുടെ വയർ തൊട്ട് കാണിച്ചും മറ്റും വിശപ്പ് സഹിക്കുവാൻ വയ്യാഞ്ഞിട്ടാണെന്നും സായിപ്പ് അവറുകളെ ഗ്രഹിപ്പിച്ചു. ഉടനെ സായിപ്പ് അവറുകൾ നിങ്ങൾക്കിവിടെ ചോറ് പതിവ് വെച്ചത് ആരാണ്, എന്നാണ്, അതിലേക്ക് വല്ല ലക്ഷ്യവുമുണ്ടോ എന്ന് ചോദിച്ചു. തൽക്ഷണം സുഗ്രീവൻ തന്റെ വായിൽ കൈയിട്ട് ഒരു ചെമ്പ് തകിയുടെ എടുത്ത് തുടച്ച് നന്നാക്കി സായിപ്പ് അവറുടെ മുമ്പിൽ വെച്ചു. അത് കായംകുളത്തെ രാജാവ് കൊടുത്ത ചെമ്പ് തകിടായിരുന്നു. സായിപ്പ് അവറുകൾ അതെടുത്ത് വായിച്ചു നോക്കി. വളരെ സന്തോഷിക്കുകയും സമ്മതിക്കുകയും കുരങ്ങന്മാരുടെ ചോറും മറ്റും യഥാപൂർവം കൊടുത്തുകൊള്ളുന്നതിന് അനുവദിക്കുകയും ചെയ്തിട്ട് ആ ചെമ്പ് തകിട് സുഗ്രീവന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയും ചെയ്തു മടങ്ങിപ്പോവുകയും ചെയ്തു. മുതലയ്ക്ക് ചോറ് കൊണ്ടു ചെന്ന് കൊടുക്കുന്നതിനുള്ള ചുമതല മാരാർക്കാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം പതിവുകാരൻ മാരാർ എവിടെയോ പോയിരുന്നതിനാൽ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ചെറുക്കനാണ് മുതലയ്ക്ക് ചോറ് കൊണ്ടു ചെന്ന് കൊടുത്തത്. മുതലയ്ക്ക് വന്ന് ചോറ് തിന്നുകൊണ്ടുന്ന സമയം ആ ചെറുക്കൻ ഒരു വലിയ കല്ലെടുത്ത് മുതലയുടെ തലയ്ക്ക് ഒരു അടി കൊടുത്തു. ഇടികൊണ്ട് മുതല ഉറക്കം നിലവിളിച്ചു. ആ ശബ്ദം കേട്ട് ചിലർ കടവിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മുതല ചത്ത് വെള്ളത്തിലും മാരാർ ചെറുക്കൻ മരിച്ച് കരയ്ക്കും കിടക്കുന്നതായി കണ്ടു. അക്കാലം മുതൽ മുതലയ്ക്കുള്ള ചോറ് നിർത്തലാവുകയും ചെയ്തു. ശാസ്താംകോട്ടയിൽ താമസിച്ചിരുന്ന പന്തളത്തെ രാജാവിന്റെ കാലാനന്തരം അവിടെ ദേവസ്വംകാരികൾ അന്വേഷിച്ചിരുന്നത് ഉണ്ണിത്താന്റെ കുടുംബത്തിൽ അന്നന്ന് മൂക്കായിട്ടുള്ളവരായിരുന്നു. ആ കുടുംബത്തിലുള്ളവർ അക്കാലത്ത് സ്വാമിയെക്കുറിച്ച് വളരെ ഭയവും ഭക്തിയും വിശ്വാസവുമുള്ളവരായിരുന്നു. അവർ രാവിലെ കുളിച്ച് സ്വാമി ദർശനം കഴിക്കാതെ വെള്ളം കുടിക്കുക പോലും ചെയ്യാറില്ലായിരുന്നു. കാലക്രമേണ അതൊക്കെ കുറേശ്ശെ ഭേദപ്പെട്ടു തുടങ്ങി. പന്തളത്ത് രാജാവിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം എട്ടകൾ അരി കഴിയിട്ട് കൊടുക്കുന്നതിന് ഉണ്ണിത്താനായിരുന്നു ചുമതല. ഒരിക്കൽ ഒരു ഉണ്ണിത്താൻ ശരീരം ശുദ്ധം മാറിക്കൊണ്ട് ചെന്ന് ഏട്ടകൾക്ക് അരിവാരി എടുത്തു കൊടുത്തു. ഏട്ടകൾ ആ അരി തിന്നില്ല. അന്നു മുതൽ ആ ഉണ്ണിത്താൻ അരിവാരിയിട്ട് കൊടുത്താൽ ഏട്ടകൾ ഒരിക്കലും തിന്നാതെയായി. അതിനാൽ ആ വക അരിയും നിർത്തലെഴുതി. ശാസ്താംകോട്ടയിലെ കുരങ്ങന്മാർ അബ്രാഹ്മണന്മാരുടെ ചോറോ മത്സ്യ മാംസാദികളോ ഭക്ഷിക്കാറില്ല. അതിനാലാണ് അവർക്ക് പതിവുള്ള ചോറ് ശാന്തിക്കാരൻ കൊണ്ടു ചെന്ന് കൊടുക്കുമെന്ന് ഏർപ്പാട് വെച്ചത്. ഒരിക്കൽ ഇവരിൽ ചില കുലങ്ങന്മാർ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി താമസിച്ചിരുന്ന മരക്കാന്മാരുടെ കുടികളിന്മേൽ കയറി അവിടെ പാകം ചെയ്തു വെച്ചിരുന്ന മത്സ്യവും മാംസവും ചോറും മറ്റും എടുത്ത് ഭക്ഷിച്ചു. അതിനുശേഷമുള്ള കുരുങ്ങന്മാർക്കും ഒട്ടും രസവും സമ്മതവുമായില്ല. പിറ്റേ ദിവസം പതിവ് പോലെ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ എല്ലാ കുരങ്ങന്മാരും കിഴക്കേ നടയിൽ കൂടി. പതിവുള്ള ചോറ് ശാന്തിക്കാരൻ പാത്രത്തോടും കൂടി പേടിപ്പിച്ച് ഗോപുരത്തിന് വെളിയിൽ പതിവ് സ്ഥലത്ത് കൊണ്ടു ചെന്നിട്ടു. മുക്കുവരുടെ ചോറും മാംസവും ഭക്ഷിച്ച കുരങ്ങന്മാർ തോട്ടച്ചോറു ശേഷമുള്ള കുരങ്ങന്മാർ തിന്നുകയല്ലോ. അതിനാൽ മാംസം തിന്നവർ ചോറ് തൊടുവാൻ മറ്റുള്ളവർ സമ്മതിച്ചില്ല. തങ്ങളെ കൂട്ടാതെ മറ്റവർ തനിച്ച ചോറെടുത്ത് ഭക്ഷിക്കുവാൻ മാംസം തിന്നവരും സമ്മതിച്ചില്ല. അതിനാൽ ആ രണ്ടു കൂട്ടക്കാരും തമ്മിൽ അവിടെ വെച്ച് ദേവാസുര യുദ്ധം പോലെ വലിയ യുദ്ധമുണ്ടായി. ഒടുക്കം രണ്ടു കൂട്ടർക്കും ഊണ് കഴിക്കുവാൻ സാധിച്ചില്ല. ചോറ് അവിടെ കിടന്ന് വെറുതെ പോയി.
അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ ഏകദേശം 1 മാസത്തോളം കാലം യുദ്ധമുണ്ടായി. അത്രയും കാലം അവർക്കുണ്ടായിരുന്ന ചോറ് വെറുതെ പോയതിനാൽ അക്കാലം മുതൽ ആ ചോറും നിർത്തലായിപ്പോയി. എങ്കിലും കുരങ്ങന്മാർക്ക് പതിവുണ്ടായിരുന്ന ചോറും മത്സ്യങ്ങൾക്കും പതിവുണ്ടായിരുന്ന അരിയും ആണ്ടിലൊരിക്കൽ ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. മറ്റുള്ള ദിവസങ്ങളിൽ സ്വാമി ദർശനത്തിനായി അവിടെ ചെല്ലുന്നവർ വല്ലതും കൊടുത്തെങ്കിൽ മാത്രമേ കുരങ്ങന്മാർക്കും ഏട്ടകൾക്കും ഇപ്പോൾ ആഹാരത്തിന് മാർഗമുള്ളൂ. എങ്കിലും വഴിപാടുകാർ ഇപ്പോഴും അവിടെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ അവർക്കൊരു ദിവസം ആഹാരത്തിന് മുട്ടുവരുന്നില്ല. യുദ്ധത്തിലൊടുക്കം മാംസാബുക്കളായ കുരങ്ങന്മാർ തോറ്റുപോവുകയാൽ അവർ അക്കാലം മുതൽ അവിടം വിട്ട് സ്ഥിരവാസം ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഇപ്പോൾ ചന്തയായിരിക്കുന്ന സ്ഥലത്തോടുള്ള പ്രദേശങ്ങളിലേക്കാക്കി. അതിനാൽ വഴിപാടായി ലഭിക്കുന്ന ചോറും പഴവും മറ്റും മാംസഭോജികളല്ലാത്ത വാനരന്മാർക്കിപ്പോൾ നിർബാധമായി ഭക്ഷിക്കാം. ആരും ഒന്നും കൊടുക്കാത്ത ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര സംബന്ധിയുടെയും മറ്റും ചോറ് ബലാൽ തട്ടിയെടുത്താണ് അവരിപ്പോൾ ഉപജീവനം കഴിച്ചു വരുന്നത്. അവർ ആ ക്ഷേത്ര സന്നിധി വിട്ട് എങ്ങും പോകാറില്ല. മാംസഭോജികളായ കുരങ്ങന്മാർ ഇപ്പോൾ ഉപജീവിച്ചു വരുന്നതും മിക്കവാറും ചന്ത കൊണ്ടാണ്. അവരും കച്ചവടക്കാരും തമ്മിൽ അവിടെ പലപ്പോഴും അടിയും പിടിയും ഷണ്ടയും ഒക്കെ ഉണ്ടാവാറുണ്ട്. വലിയ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ സ്വാമി ദർശനത്തിനായി ശാസ്താംകോട്ടയിൽ എത്തിച്ചേർന്നാൽ അന്ന് മാംസബുക്കുകളായ കുരങ്ങന്മാരും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. എങ്കിലും അവർ ക്ഷേത്രത്തിൽ കടക്കാറില്ല. ദുഷ്ടന്മാർക്ക് ക്ഷേത്രം പാടില്ലല്ലോ. ഇപ്പോൾ രാജാക്കന്മാരുടെയും മറ്റും വഴിപാടായി 2 കൂട്ടം കുരങ്ങന്മാർക്കും ചോറോ പഴമോ കൊടുക്കുന്നുണ്ടെങ്കിൽ വെവ്വേറെ 2 പാത്രങ്ങളിലാക്കി കൊടുക്കണം. എന്നു മാത്രമല്ല, മാംസബുക്കുകളായ കുരങ്ങന്മാർക്ക് ആദ്യം കൊടുക്കുകയും വേണം. അത് മറ്റവർക്ക് കൊടുക്കുന്നതിൽ അധികവും ഉണ്ടായിരിക്കുകയും വേണം. അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുന്ന കാര്യം തീർച്ചയാണ്. ശാസ്താംകോട്ടയിൽ സ്വാമിയുടെ ചൈതന്യവും കുരങ്ങന്മാരുടെ ദിവ്യത്വവും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇക്കാലത്തും അവിടെ ദർശനത്തിനായിട്ടും ഭജനത്തിനായിട്ടും പ്രതിദിനം അസംഖ്യം ആളുകൾ വരുന്നുണ്ട്. അവിടെ ഭജനമിരുന്നാൽ ഒഴിയാത്ത ബാധയും ഭേദമാകാത്ത രോഗവും വഴിപാട് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത കാര്യവുമില്ല. മനുഷ്യർ നിവസിക്കുന്ന ഗ്രഹങ്ങളിലും മറ്റും ചിലപ്പോൾ ഉറുമ്പിന്റെ ഉപദ്രവം കലശായി തീരുന്നത് സാധാരണമാണല്ലോ. ആ അവസരങ്ങളിൽ നാഴിയരിയിൽ ഒരു നാളികേരം ചിരുകിയിട്ടിളക്കി ഏട്ടകൾക്ക് കൊടുത്താൽ ഉറുമ്പിന്റെ ഉപദ്രവം നിശേഷം നീങ്ങിപ്പോകും. ഈ സംഗതി കൊല്ലം, തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ അനുഭവസ്ഥരായി ഇപ്പോഴും പലരുമുണ്ട്. ഉറുമ്പിന്റെ ഉപദ്രവം ശമിക്കുവാനായി ഇപ്പോഴും പലരും ഇപ്രകാരം ചെയ്തു വരുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ദൃഷ്ടാന്തങ്ങളായിട്ട് അനേകം ഐതിഹ്യങ്ങളുമുണ്ട്. കുരങ്ങന്മാരുടെ മാഹാത്മ്യം സംബന്ധിച്ചും അസംഖ്യം കഥകൾ ഇനിയും പറയുവാനുണ്ട്. വിസ്തര ഭയത്താൽ അവയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അടുത്ത കാലത്ത്, അതായത് ഒരു 30 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഗതി കൂടി പറഞ്ഞിട്ട് ഈ ഉപന്യാസത്തെ അവസാനിപ്പിക്കാം. കൊല്ലം 1065 ആണ്ടിടയ്ക്ക് ദൂരസ്ഥന്മാരായ 5 പേർ ഒരുമിച്ച് ശാസ്താംകോട്ടയിൽ സ്വാമി ദർശനത്തിനായി വന്നിരുന്നു. അവരിൽ 4 പേർ സ്വാമി വഴിപാടിനും കുരങ്ങന്മാർക്ക് ചോറ് കൊടുക്കുന്നതിനും ഏട്ടകൾ കരി കൊടുക്കുന്നതിനും മറ്റും ഉണ്ണിത്താന്റെ പക്കൽ പണം കൊടുത്തേൽപ്പിച്ചു. ഒരാൾ മാത്രം വഴിപാടിനും മറ്റും ഒന്നും കൊടുത്തില്ല. അതിനാൽ അയാളോട് മറ്റവർ എന്താ താൻ വഴിപാടിനൊന്നും കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കുളിച്ച് തൊടാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഈശ്വരന്മാർക്ക് ഞാൻ കൈക്കൂലി കൊടുക്കാറില്ല എന്നു തന്നെയല്ല, കുരങ്ങന്മാർക്കും ചോറും മത്സ്യങ്ങൾ കരിയും കൊടുക്കുന്നത് കേവലം മൂഢത്വമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പറഞ്ഞു. എന്നാൽ വേണ്ട, എന്തോ ഇതൊരാപത്താണ് എന്ന് മറ്റൊരുവും പറഞ്ഞു. 5 പേരും കൂടി കുളിക്കാൻ പോയി. 5 പേരും മടിശീല കടവിൽ ഒരു കല്ലിന്മേൽ വെച്ചിട്ട് കുളിക്കുവാൻ ഇറങ്ങി. അപ്പോൾ ഒരു വാനരന്മാർ പെട്ടെന്ന് ചാടിച്ചെന്ന് വഴിപാടിന് കൊടുക്കാത്ത മനുഷ്യന്റെ മടിശീല മാത്രം എടുത്തുകൊണ്ട് ഓടിപ്പോയി. ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറിയിരുന്നു. മടിശീല കൊണ്ടുപോയപ്പോൾ അതിന്റെ ഉടമസ്ഥന് വലിയ വ്യസനമായി. അയാൾ പ്രാണനേക്കാൾ പണത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അയാൾ ഒരു കല്ലെടുത്ത കുരങ്ങനെ ഇറങ്ങി. കുരങ്ങൻ ആ കല്ലും ചാടി പിടിച്ച് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെയും എറിഞ്ഞു. ആ ഏറുകൊണ്ട് ആ മനുഷ്യന്റെ തല പൊട്ടി ചോരയിലിച്ചു. പിന്നെ ആ കുരങ്ങൻ മടിശീലയഴിച്ച് അതിലുണ്ടായിരുന്ന പണമെടുത്ത് ഓരോന്നായി കായലിലേക്ക് ഇട്ടു. ഗത്യന്തരമില്ലായികയാൽ പണത്തിന്റെ ഉടമസ്ഥൻ അതും കൊണ്ട് വ്യസനിച്ചുകൊണ്ട് നിന്നു. പണം മുഴുവനും തീർന്നപ്പോൾ കുരങ്ങൻ മടിശീല ചുരുട്ടിക്കാട്ടി ഉടമസ്ഥന്റെ മുഖത്തേക്ക് ഒരു ഏറ് കൊടുത്തു. അപ്പോൾ ആ മനുഷ്യന്റെ കൂട്ടുകാർ, എന്താ തൃപ്തിയായില്ലേ? ഈശ്വരന്മാർക്ക് കൈക്കൂലി കൊടുക്കാഞ്ഞിട്ട് പണമൊക്കെ ഇപ്പോൾ ലാഭമായല്ലോ. തല പൊട്ടിയത് മാത്രം ലാഭം. എന്തെങ്കിലും ആപത്തുണ്ടാകുമെന്ന് ഞങ്ങൾ മുമ്പേ തന്നെ പറഞ്ഞുവല്ലോ. ഇനി നടയിൽ ചെന്ന സമസ്ത അപരാധങ്ങൾക്കും ക്ഷമിക്കുന്നതിന് ക്ഷമയാചിക്കൂ. അല്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് പോയി പിഴയ്ക്കുവാനൊക്കുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞു. അവർ 5 പേരും കുളിച്ച് നടയിൽ ചെല്ലുകയും വഴിപാട് കഴിക്കാതെയാൾ ഏറ്റവും പശ്ചാത്താപത്തോടുകൂടി മേൽപ്പറഞ്ഞ പ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾ അവിടെ ചെന്ന് സംഗതികളെല്ലാം ചോദിച്ചറിയുകയും കാലിൽ പോയ പണമെല്ലാം സ്വാമിക്ക് വഴിപാടായിട്ടും കുരങ്ങന്മാർക്ക് ചോറ് ഏട്ടകൾ കരിയും കൊടുക്കുന്നതിനായിട്ടും കൊടുത്തയക്കാമെന്ന് നിശ്ചയിക്കുവാൻ അവരോട് പറയുകയും പണത്തിന്റെ ഉടമസ്ഥന പ്രകാരം സമ്മതിച്ചു പറഞ്ഞ് സ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുരങ്ങൻ കായൽ ചെന്ന് മുങ്ങി ഒരു ചിരട്ട എടുത്തുകൊണ്ടുവന്ന് നടയിൽ വെച്ചു. കായലിലിട്ട പണം അതിലുണ്ടായിരുന്നു. എണ്ണി നോക്കിയപ്പോൾ അത് 101 പണമായിരുന്നുവെന്ന് ഉടമസ്ഥൻ പറഞ്ഞു. ആ പണം മുഴുവനും സ്വാമിക്ക് വഴിപാടിനും മറ്റുമായി ഉടമസ്ഥൻ ദേവസ്വത്തിൽ ഏൽപ്പിച്ചു. ദേവസ്വക്കാർ അതിൽ പകുതി പണം കൊണ്ട് ചെന്ന് സ്വാമിക്ക് വഴിപാടുകൾ നടത്തുകയും ശേഷം കൊണ്ട് കുരങ്ങന്മാർക്ക് ചോറും
ഏട്ടകൾ കരിയും കൊടുപ്പിക്കുകയും ചെയ്തു. എങ്കിലും കുരങ്ങന്മാർ ആ ചോറും ഏട്ടകൾ ആ രവിയും തിന്നില്ല. മനസ്സില്ലാത്തവർ നിവൃത്തിയില്ലാഞ്ഞിട്ട് കൊടുത്ത സാധനങ്ങൾ അവർ സ്വീകരിക്കാറില്ല. ആ കായലിന്റെ തീരപ്രദേശത്ത് സ്ഥിരവാസക്കാരായ അനേകം മുക്കുവന്മാരുണ്ട്. അവർ ആ കായലിൽ നിന്ന് മത്സ്യങ്ങളെ പിടിച്ച് വിറ്റും തിന്നും ഉപജീവിക്കുന്നവരാണ്. എങ്കിലും അവർ ഏട്ടകളെ പിടിക്കുകയോ ഏട്ടകൾ അവരുടെ വലയിൽ അകപ്പെടുകയോ ചെയ്യാറില്ല. ഏട്ടകളെ അവർ സ്വാമിയുടെ തിരുമക്കൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ, അതായത് 1925 തിരുവനന്തപുരത്ത് വലിയ കൊട്ടാരം മാനേജരായി താമസിക്കുന്ന ശങ്കരൻ നമ്പി അവറുകളുടെ ഉത്സാഹവും പ്രവേശവും നിമിത്തം ശാസ്താംകോട്ടയ്ക്ക് പൂർവാധികം തെളിച്ചവും പരിഷ്കാരവും സിദ്ധിച്ചിട്ടുള്ള വാസ്തുവും കൂടി പ്രസ്താവിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ നിർത്തുന്നു. അടുത്തത് ഐതിഹ്യമാല അധ്യായം 66 മുഴമംഗലത്ത് നമ്പൂതിരി തുടരും.